മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹൈന്ദവ ജനത ഏറ്റവും അധികം അധിവസിക്കുന്ന ഭാരതത്തിൽ ഏതാണ്ട് 125 കോടി ഭാരതീയരിൽ 80% വരുന്ന ഹൈന്ദവ ജനതയുടെ ഒരവസ്ഥ ഇന്ന് മാധ്യമങ്ങളിലും പാർലമെന്റിലും അതുപോലെ തന്നെ പൊതു സംഘടനകളുടെ വീക്ഷണത്തിലും ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെയും മുസ്ലിം നേതാക്കന്മാരുടെയും കമന്റുകളിലും വളരെ വളരെ വ്യക്തമായിട്ട് പ്രകടമാകുന്നു. ഏത് ലവ് ജിഹാദിലൂടെയോ തീവ്രവാദത്തിലൂടെയോ അല്ലെങ്കിൽ ബോംബുണ്ടാക്കലും പൊട്ടിക്കലും വധിക്കലും കൊല്ലലും പകരം വീട്ടലും എല്ലാം ചെയ്യുന്നതിലോ മുസ്ലിങ്ങൾ ഇടപെടുമ്പോൾ മാധ്യമങ്ങൾ അതൊരു ചെറിയ വാർത്തയായി കൊടുത്ത് അവസാനിപ്പിക്കുന്നു. ഭാരതം മുഴുവനും അതിശക്തമായ മതപരിവർത്തനം നടത്തുമ്പോഴും ലോകരാജ്യങ്ങളിൽ നിന്ന് കോടാനകോടികൾ ഒഴുക്കി ഈ നാടിനെ മൂന്നാമത്തെ സഹസ്രാബ്ദം ഭാരതത്തെയും ചൈനയെയും ഏഷ്യൻ രാജ്യങ്ങളെയും മതപരിവർത്തനം നടത്തലാണെന്ന് അസന്നിഗ്ധമായി പോപ്പ് പ്രഖ്യാപിച്ചപ്പോഴും അതനുസരിച്ച് ക്രൈസ്തവ ജനത ഹിന്ദുക്കളെ നിരന്തരം മതം മാറ്റുമ്പോഴും അതിനെ എല്ലാത്തിനെയും അനുകൂലിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം നിരന്തരം ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതേ സമയത്ത് അങ്ങോട്ട് മതം മാറിയവർ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പുനഃപരിവർത്തനത്തെ ശക്തമായി എതിർത്തുകൊണ്ടും ഹൈന്ദവ ജനത ക്രിസ്തുമതത്തിലേക്ക് പോകുന്ന സ്വാതന്ത്ര്യത്തെ ശക്തമായിട്ട് നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാരും പല ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളും ഇടതുപക്ഷവും പുരോഗമനവാദികളുമെല്ലാം ശക്തമായി വാദിക്കുമ്പോഴും ഈ ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവർ തന്നെ അതിനുവേണ്ടി ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുമ്പോഴും ഇന്നലെ പാർലമെന്റ് മുഴുവനും കലങ്ങി മറിഞ്ഞത് RSSന്റെ നേതാവ് ഒരു വരി പറഞ്ഞതിലാണ്. മദർ തെരേസയുടെ എല്ലാ സേവനങ്ങളും അഭിനന്ദനാർഹമാണെങ്കിലും അതിൻ്റെ പുറകിലെല്ലാം മതപരിവർത്തനമാണ് ലക്ഷ്യമെന്നൊരു സത്യം, പച്ച സത്യം വിളിച്ചു പറഞ്ഞതിൽ മാത്രമാണ് പാർലമെന്റ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അതിവിചിത്രമായ രീതിയിൽ അവഹേളിക്കപ്പെടുന്നത് ഹിന്ദു ധർമ്മത്തെ. ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് മാത്രമാണ് ഇത്രയുമധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മദർ തെരേസയുടെ ജീവിതം തന്നെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കെജ്രിവാൾ അസാധാരണമാം വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഇത് നല്ലവണ്ണം അറിയാവുന്നതുമാണ്. മദർ തെരേസയെ ഒരു ആൾദൈവമായിട്ടാണ് മരണശേഷം കേരളം ഭാരതം മുഴുവനും പള്ളികൾ വരുന്നത്. ആൾദൈവമായിട്ട് അമൃതാനന്ദമയിയെയും സായിബാബയെയും പ്രഖ്യാപിച്ചവര് സായിബാബയുടെ സമാധിക്ക് ശേഷം ഈ ആന്ധ്രാപ്രദേശ് മുഴുവനുമോ സായിബാബയുടെ ആരാധകര് കൂടുതലായിട്ട് താമസിക്കുന്ന പ്രദേശങ്ങളിലൊന്നും സായിബാബയുടെ അമ്പലമൊന്നും വന്നിട്ടില്ല. പച്ച മനുഷ്യ സ്ത്രീയായ അൽഫോൺസാമ മരിച്ചതിന് ശേഷം അവരെ വാഴ്ത്തപ്പെട്ടവരായും പിന്നീട് സെയിന്റായിട്ടും പുണ്യവാളത്തിയായിട്ടും പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ മരിച്ച മനുഷ്യ സ്ത്രീക്ക് വേണ്ടി ഇത്രയുമധികം പള്ളികൾ. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കൊലയാളിയായ സെയിന്റ് ഫ്രാൻസിസ് സേവിയർക്ക് വേണ്ടി കേരളത്തിൽ അയാൾ നടത്തിയിരിക്കുന്ന നരഹത്യ സൂസവാക്യത്തെ പോലെയുള്ള ബിഷപ്പുമാരതൊന്ന് അറിയേണ്ടതായിരുന്നു.
ക്രിസ്തുമതത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ ഞങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു എന്നല്ലാതെ ആരെയും പ്രലോഭിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ സൂസവാക്യം എന്ന അച്ഛൻ കണ്ണു തുറന്നൊന്ന് ആ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന ഒരു പുണ്യവാളൻ ചെയ്ത ക്രൂരത അത് മാത്രം മനസ്സിലാക്കിയാൽ മതി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഭാരതം ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നത് എന്ന്. മാത്രമല്ല ആ ഹൈന്ദവ ജനത ഏത് തരത്തിൽ ഹിന്ദു കാര്യങ്ങൾ ചെയ്താലും പറഞ്ഞാലും അത് മുഴുവനും ചർച്ചയും അത് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനും നേതൃത്വം നൽകുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഡൽഹിയിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു പാർട്ടി ഇന്ന് പാർലമെന്റിൽ ആക്രോശിക്കുന്നത് കണ്ടാൽ ഭാരതത്തിലെ 554 MP സീറ്റിൽ 553 അവർക്ക് കിട്ടിയ മാതിരിയാണ്. ഒരുപക്ഷെ അതിന്റെ നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കത്തോലിക്ക ക്രിസ്ത്യനും പോപ്പിന്റെ ഏജന്റുമാരും ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിക്കാനും സാധിക്കില്ല. ഇത് തന്നെയായിരുന്നു പണ്ട് ഓം ത്യാഗി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോ, മതപരിവർത്തനം തടയണമെന്നൊരു ബില്ല് കൊണ്ടുവന്നപ്പോ ലോകസഭയും രാജ്യസഭയും എത്ര കാലത്തേക്കാണ് പ്രവർത്തിക്കാൻ പറ്റാതെ പോയത്. ഇത് 82% വരുന്ന ഏതാണ്ട് 95 കോടി വരുന്ന ഭാരതത്തിലെ ഹിന്ദുക്കളോടുള്ളൊരു വെല്ലുവിളിയാണെന്ന് തന്നെ ഏറ്റെടുത്ത് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമുള്ള ഹിന്ദുക്കൾ ഈ ധർമ്മത്തെക്കുറിച്ച് അഗാധമായി പഠിക്കുകയും പഠിപ്പിക്കുകയും അതേപോലെ ഈ RSSന്റെ നേതാവ് ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നത് ശിവസേന മാത്രമാണ്. മറ്റ് ഒരു സംഘടനയും മറ്റ് ഒരു വിഭാഗവും തന്നെ അപ്രകാരം മുമ്പോട്ട് വന്നില്ല എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് RSSകാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും എല്ലാം തിരിച്ചറിയണം. ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു, ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്ത് സംഭവിച്ചു, അതിനേക്കാൾ ധാർഷ്ട്യത്തോടുകൂടിയാണ് ഇപ്പൊ ചില BJPക്കാരും RSSകാരും സംസാരിക്കുന്നത് എന്നുകൂടി സമൂഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞത് സത്യമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സില്ലാതെ അതിനെ തിരുത്താനും അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, അതല്ല പറഞ്ഞത്, പത്രമാധ്യമങ്ങൾ തിരിച്ചു പറഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞു കിടന്ന് ഉരുളുമ്പോ സമൂഹത്തിലെ ജനങ്ങള് ഭക്ഷണത്തിലെ ചോറും ചപ്പാത്തിയുമാണ് ഇന്ത്യക്കാരെ തിന്നുന്നതെന്ന് തിരിച്ചറിയാൻ RSSലെ നേതാക്കന്മാർക്ക് ഓർമ്മിക്കാൻ പറ്റാതെ പോയിരിക്കുന്നു. ഒന്നുകിൽ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് ആവർത്തിച്ച് എല്ലായിടത്തും പറയുകയും അതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് പറയുകയും ഉദാഹരണ സഹിതം അത് വിളമ്പുകയും അത് ന്യായീകരിക്കുന്നത് വരെ സമൂഹം അംഗീകരിക്കുന്നത് വരെ പറയുകയും ചെയ്യാതെ ഇടയ്ക്കും തലയ്ക്കും ഓരോ വരി പറഞ്ഞ് പാർലമെന്റിനകത്തും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ ആരാണോ ആ സ്ഥാനത്ത് കയറ്റിയിരുത്തിയത് ആ ഉച്ചിവെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യിക്കുന്ന വിധത്തില് RSSലെ നേതാക്കന്മാർ പ്രവർത്തിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത് ഹിന്ദു മഹാസഭ എന്ന RSSുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഘടനകളും മറ്റ് പല സംഘടനകളും ഗോഡ്സെയെയും മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ മറ്റ് പല വികൃതമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും പറയുമ്പോൾ അതിൻ്റെ പുറകിൽ RSS ഇല്ലെന്നും അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ പോകുന്നു പ്രധാനമന്ത്രിയെ സൃഷ്ടിച്ചവർക്ക്. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവര് എവിടെയാണെന്ന് അന്വേഷിക്കണമെങ്കിൽ RSSകാരുടെ അടുത്ത് പോയാൽ മതി. അവർക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞുകൂടെന്ന് മാത്രമല്ല ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ പ്രചാരകന്മാരാണ് ഞങ്ങളെന്ന ധാരണയോടുകൂടിയാണ് സംസാരിക്കാറുള്ളത്. അതുപോലെ ഏത് സർസംഘചാലകാണെങ്കിലും സംഘചാലകാണെങ്കിലും പ്രചാരകനാണെങ്കിലും ഹിന്ദു ധർമ്മം പഠിച്ച് ഏതെങ്കിലും ഒരു വരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരി പറയുമ്പോഴും പറയുന്നതിന് മുമ്പും പറയുന്നതിന് ശേഷവും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പരിണത ഫലങ്ങൾ അപ്രകാരം പറയുന്നത് കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസുകൾ കൂടി അറിഞ്ഞിട്ട് വേണം പറയാൻ. ഇതിപ്പോ ഒരു മോഹൻ ഭഗവത് എന്ന് പറയുന്ന ഒരു സർസംഘചാലകാണ്
ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ച് ഈ 5 ദിവസമായിട്ട് കുലുക്കിയത് എന്നുകൂടി അറിയണം. ഒരു മിനിറ്റില് 1.5-2 കോടി രൂപ ചെലവാക്കുന്ന പാർലമെന്റ് 12 മണിക്കൂർ കൂടിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തിന് കാരണം ഒന്നുകിൽ പറയരുതായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞത് ഉറപ്പിച്ചു പറഞ്ഞ് അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹവും കൂട്ടത്തിലുള്ളവരും ശ്രമിക്കേണ്ടതായിരുന്നു. സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. സർസംഘചാലക് പറഞ്ഞത് 100% സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ എല്ലാവർക്കും അറിയാം എന്നുള്ളത് ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ തനിക്കും തൻ്റെ കൂട്ടത്തിലുള്ളവർക്കും സാധിക്കില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും പറയാൻ ഇറങ്ങരുതായിരുന്നു. നാഗാലാൻഡിൽ നടന്നതും മിസോറാമിൽ നടക്കുന്നതും ത്രിപുരയിൽ നടക്കുന്നതും മണിപ്പൂരിൽ നടക്കുന്നതും എല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് ഒരു 10 ദിവസമെങ്കിലും ആ പറഞ്ഞതിൽ തന്നെ തുടർന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകുമായിരുന്നു. ഇപ്പോ ഈ കുട്ടികൾ മാവിൽ കല്ലെറിയുന്ന മാതിരി ഒരു കല്ലെറിഞ്ഞ് മാങ്ങ താഴെ വീണോ ഇല്ലയോ എന്നും പോലും നോക്കാതെ ഓടിപ്പോകുന്ന കുട്ടികളെ പോലെ ഇത്രയും ഉയർന്ന പദവിയിലുള്ളവര് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്ന ഇത്രയും നീചവും നിന്ദ്യവുമായ കാര്യങ്ങൾക്ക് കാരണഭൂതരാകുമ്പോൾ പറയേണ്ടതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ പറയണമോ എന്ന് ചിന്തിച്ച് അതിൻ്റെ പരിണത ഫലങ്ങൾ കൂടി ചിന്തിച്ച് വേണ്ടിയിരുന്നു ഇതെല്ലാം പറയാനും ചെയ്യാനും. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഘർ വാപസി. ആവശ്യമില്ലാത്ത പേര് കൊടുത്ത്, ആവശ്യമില്ലാത്ത വീഡിയോ കാണിച്ച്, ആവശ്യമില്ലാത്ത ഫോട്ടോ എടുത്ത്, ആവശ്യമില്ലാത്ത രീതിയിൽ പരസ്യം കൊടുത്ത്, ഇത്രയും കാലമില്ലാത്ത വിധത്തിൽ ഓരോന്നും ചെയ്തിറങ്ങുമ്പോൾ ലോകം മുഴുവനും ഹൈന്ദവ ജനത തീവ്രവാദികളായി മാറുകയാണെന്ന് ഇവിടുത്തെ RSSകാരുടെ തലയിൽ ഉദിക്കാത്തത് ഒരുപക്ഷെ അവരെ വളർത്തിയതിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ അവരിപ്പോൾ വളരുന്നതിൻ്റെ കുഴപ്പമോ ആണ്. യഥാർത്ഥത്തിൽ ഇറ്റലിയിലെ പോപ്പ് മുതൽക്ക് അമേരിക്കയിലെ ഒബാമ മുതൽക്ക് ലോകരാജ്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയെ പുകഴ്ത്താനും ഉയർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് ഭരിക്കുന്നവരെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ വേദനാജനകമായിട്ട് അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരുത്തിയവർ തന്നെ ചെയ്യുന്നു എന്നുള്ളത് വേദനാജനകമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.